മന്ത്രി ജി സുധാകരനെതിരായ കേസെടുക്കാൻ അമ്പലപ്പുഴ കോടതിയുടെ ഉത്തരവ്. സ്ത്രീകളെ അപമാനിക്കും വിധം സംസാരിച്ചുവെന്നാണ് കേസ്. മാർച്ച് 29-ന് ഹാജരാകാനും നിർദ്ദേശം. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എപ്പോഴാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്? കോടതിയുടെ നിരീക്ഷണം ഏത് രീതിയിലാണ്? രഞ്ജിനി, 2016-ലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. തോട്ടപ്പള്ളിയിൽ ഒരു റോഡ് നിർമ്മാണത്തിന്റെ നിർമ്മാണോദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിലാണ് പരാതിക്കാരിയായ സ്ത്രീയെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പൊതുവേദിയിൽ മൈക്കിലൂടെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയത്. തുടർന്ന് ഇത് അമ്പലപ്പുഴ പോലീസ് കേസെടുക്കുകയും കേസ് റെഫർ ചെയ്യുകയും ചെയ്തിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ അമ്പലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് വകുപ്പ് 509 പ്രകാരം സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി 3 വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. മാർച്ച് 29-ന് മന്ത്രി ഹാജരാകണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, വിഭാഗീയതയാണ് ഇത്തരമൊരു പ്രശ്നത്തിലേക്ക് നയിച്ചതെന്നാണ് ഈ ഉത്തരവിന് ശേഷം പരാതിക്കാരിയുടെ ഭർത്താവ് പ്രതികരിച്ചത്. അദ്ദേഹം മുൻ CPM ഏരിയ കമ്മിറ്റി അംഗവും CPM തോട്ടപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്നു. ജി സുധാകരൻ സഹകരണ ദേവസ്വം മന്ത്രിയായിരിക്കെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും പരാതിക്കാരിയായ സ്ത്രീയുമാണ്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ഇവർ പരാതി നൽകിയിരുന്നു. വിഭാഗീയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രിയുടെ ഭാഗത്തു നിന്നും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നുള്ള രൂക്ഷമായ വിഭാഗീയ പ്രശ്നങ്ങളാണ് പൊതുവേദിയിൽ ഇത്തരത്തിലൊരു പരാമർശത്തിലേക്ക് നയിച്ചതെന്നാണ് ഭർത്താവ് അടക്കം പറയുന്നത്. എന്തായാലും അതിനുശേഷം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ഭർത്താവിനെയും ഒപ്പം തന്നെ മുൻ CPM ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന പരാതിക്കാരിയെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. എന്തായാലും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി 2 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ മന്ത്രിക്കെതിരെ കേസെടുക്കാനായി അമ്പലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. രഞ്ജിനി, വിശദാംശങ്ങളാണ് ശരണ്യ സ്നേഹജൻ നൽകിയത്. അതേസമയം വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ജി സുധാകരനെതിരെ പാർട്ടിക്ക് പരാതി നൽകിയതിനാലാണ് പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചത് എന്ന് പരാതി നൽകിയ സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞു. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരിക്കെയാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന് പരാതി നൽകിയത് എന്നും പരാതിക്കാരിയുടെ ഭർത്താവ് പറഞ്ഞു. പരാതി ആദ്യം സ്വീകരിച്ചായിരുന്നു.